Dimensions or factors or elements of business environment. Dimension or factors of business environment are the external forces that should be taken into consideration for decision making and improving the performance of a business. These elements are economic, social, technological, political, and legal conditions. Let us discuss about it. ബിസിനസ് എൻവയോൺമെൻറ്റിൻ്റെ ഡൈമെൻഷൻസ് അല്ലെങ്കിൽ ഘടകങ്ങൾ. തീരുമാനമെടുക്കുന്നതിനും സ്ഥാപനത്തിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിനും വേണ്ടി പരിഗണിക്കേണ്ട ബാഹ്യ ശക്തികളെയാണ് ബിസിനസ് എൻവയോൺമെൻറ്റിൻ്റെ ഘടകങ്ങൾ അല്ലെങ്കിൽ ഡൈമെൻഷൻ എന്ന് പറയുന്നത്. സാമ്പത്തിക, സാമൂഹിക, സാങ്കേതിക, രാഷ്ട്രീയ, നിയമപരമായ സാഹചര്യം എന്നിവയാണ് ഈ ഘടകങ്ങൾ. One, economic environment. A country's economic factors like rate of interest, inflation rates, disposable income of people, stock market conditions, and value of rupee will influences the business positively or negatively. ഒന്ന്, സാമ്പത്തിക പരിസ്ഥിതി. ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക ഘടകങ്ങളായ പലിശ നിരക്ക്, പണപ്പെരുപ്പ നിരക്ക്, ആളുകളുടെ വരുമാനം, സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ അവസ്ഥ, രൂപയുടെ മൂല്യം എന്നിവ ബിസിനസ്സിനെ ഗുണപരമായും പ്രതികൂലമായും സ്വാധീനിക്കും. ഫോർ എക്സാമ്പിൾ, if a long-term interest rate is low, will be beneficial to construction and automobile companies, as the people are willing to buy homes and cars on borrowed money. ഉദാഹരണത്തിന്, ദീർഘകാല പലിശ നിരക്ക് കുറവാണെങ്കിൽ നിർമ്മാണ വാഹന കമ്പനികൾക്ക് ഗുണം ചെയ്യും. കാരണം ആളുകൾ കടമെടുത്ത പണത്തിന് വീടുകളും കാറും വാങ്ങാൻ തയ്യാറാകും. If disposable income of people shows an increase, create increasing demand for products. High inflation rate results to an increase in various costs of business. ആളുകളുടെ വരുമാനത്തിൽ വർധനവുണ്ടായാൽ ഉൽപ്പന്നങ്ങളുടെ ആവശ്യം വർദ്ധിക്കുന്നു. ഉയർന്ന പണപ്പെരുപ്പ നിരക്ക് ബിസിനസിന്റെ വിവിധ ചെലവുകളുടെ വർധനവിന് കാരണമാകുന്നു. Second one, social environment. It is the nature of society which influences the working of a business. It includes the forces like customs and traditions, values, social trends, etc. രണ്ട്, സാമൂഹിക അന്തരീക്ഷം. സമൂഹത്തിൻ്റെ സ്വഭാവമാണ് ഒരു ബിസിനസ്സിൻ്റെ പ്രവർത്തനത്തെ സ്വാധീനിക്കുന്നത്. ആചാരങ്ങളും പാരമ്പര്യങ്ങളും മൂല്യങ്ങൾ, സാമൂഹിക പ്രവണതകൾ തുടങ്ങിയ ശക്തികൾ ഇതിൽ ഉൾപ്പെടുന്നു. Customs and traditions means the practices of the society that lasted for a long period of time. Example, Diwali, Eid, and Christmas provides business opportunities for greeting card companies, sweet manufacturers, tailoring outlets, etc. സമൂഹത്തിൽ കാലാകാലമായി നിലനിൽക്കുന്ന രീതികളെയാണ് ആചാരങ്ങളും പാരമ്പര്യങ്ങളും എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഉദാഹരണത്തിന്, ദീപാവലി, ഈദ്, ക്രിസ്മസ് എന്നീ ആചാരങ്ങൾ ഗ്രീറ്റിംഗ് കാർഡ് കമ്പനികൾക്കും മിഠായി നിർമ്മാതാക്കൾക്കും തുന്നൽശാലകൾക്കും ബിസിനസ് അവസരങ്ങൾ നൽകുന്നു. വാല്യൂസ് ആർ ദി പ്രിഫറൻസസ് that a society is expecting from an activity.
Business practices such values by giving freedom of choice in the market, doing their responsibility towards the society, and consider all the employees as equal. ഒരു പ്രവൃത്തിയിൽ നിന്ന് സമൂഹം പ്രതീക്ഷിക്കുന്ന മുൻഗണനകളെയാണ് മൂല്യങ്ങൾ എന്ന് പറയുന്നത്. വിപണിയിൽ സാധനങ്ങൾ തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം നൽകുക, സമൂഹത്തോടുള്ള ഉത്തരവാദിത്വം നിർവഹിക്കുക, എല്ലാ ജീവനക്കാരെയും തുല്യരായി കണക്കാക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങളിലൂടെയാണ് ബിസിനസ് അത്തരം മൂല്യങ്ങൾ നടപ്പിലാക്കുന്നത്. Social trends are the opportunities and threats a business has to face. For example, the health and fitness trend created a demand for organic food, gym, mineral water, etc., but harmed business like tobacco and liquor companies. ബിസിനസ് നേരിടേണ്ടി വരുന്ന അവസരങ്ങളും ഭീഷണികളെയുമാണ് സാമൂഹിക പ്രവണത എന്ന് പറയുന്നത്. ഉദാഹരണത്തിന്, ആരോഗ്യവും ശാരീരിക ക്ഷമതയിലുമുള്ള പ്രവണത ജൈവഭക്ഷണം, ജിമ്മുകൾ, മിനറൽ വാട്ടർ തുടങ്ങിയവയ്ക്ക് ആവശ്യം വർദ്ധിപ്പിക്കും. എന്നാൽ പുകയില, മദ്യം തുടങ്ങിയ ബിസിനസ്സുകളെ ദോഷകരമായി ബാധിക്കും. Third one, technological environment. It consists of new approaches to producing goods and services. They are scientific improvements and innovations for producing products and services in new way. It also includes new method and technology for doing the business. 3. സാങ്കേതിക പരിസ്ഥിതി. സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള പുതിയ സമീപനങ്ങളാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. അവ പുതിയ രീതിയിൽ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കാനുള്ള ശാസ്ത്രീയ മെച്ചപ്പെടുത്തലുകളും പുതുമകളുമാണ്. ബിസിനസ് ചെയ്യാനുള്ള പുതിയ രീതികളും സാങ്കേതിക വിദ്യയും ഇതിൽ ഉൾപ്പെടുന്നു. ഫോർ എക്സാമ്പിൾ, computer aided production system made a deep change in the business sector. DTP facility increased the speed and quality of printing, which wipe out the old printing machines, etc. ഉദാഹരണത്തിന്, കമ്പ്യൂട്ടർ എയ്ഡഡ് പ്രൊഡക്ഷൻ സിസ്റ്റം ബിസിനസ് മേഖലയിൽ ആഴത്തിലുള്ള മാറ്റം വരുത്തി. കമ്പ്യൂട്ടർ അടിസ്ഥാനമാക്കിയ DTP സൗകര്യം പഴയ അച്ചടി യന്ത്രത്തെക്കാൾ വേഗതയും ഗുണനിലവാരവും വർദ്ധിപ്പിച്ചു. Fourth one is political environment. It means political conditions like stability and peace in the country and the attitude of elected government towards the business. 4. രാഷ്ട്രീയ അന്തരീക്ഷം. രാഷ്ട്രീയ സാഹചര്യങ്ങളായ രാജ്യത്ത് സ്ഥിരതയും സമാധാനവും, തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന് ബിസിനസ്സിനോടുള്ള മനോഭാവം എന്നിവയാണ് ഇത് അർത്ഥമാക്കുന്നത്. Political stability means confidence among the business people to invest in the long-term projects for the growth of the country. For example, it is very difficult to start a new business in countries like Afghanistan, Iraq, Syria, etc. due to uncertain political situation prevailing there. രാഷ്ട്രീയ സ്ഥിരത എന്നാൽ രാജ്യത്തിൻ്റെ വളർച്ചയ്ക്കായി ദീർഘകാല പ്രോജക്റ്റുകളിൽ നിക്ഷേപം നടത്താനുള്ള ബിസിനസ്സുകാർക്കുള്ള ആത്മവിശ്വാസം എന്നാണ്. ഉദാഹരണത്തിന്, അനിശ്ചിതമായ രാഷ്ട്രീയ സാഹചര്യം കാരണം അഫ്ഗാനിസ്ഥാൻ, ഇറാഖ്, സിറിയ തുടങ്ങിയ രാജ്യങ്ങളിൽ
ഒരു പുതിയ ബിസിനസ് ആരംഭിക്കുന്നത് വളരെ പ്രയാസമാണ്. The attitude of government towards business may have either positive or negative impact upon business. For example, Coca-Cola multinational company stopped its operation in India in the last 70s due to government policy. Again in 1989, another government welcomed them to India. ബിസിനസ്സിനോടുള്ള ഗവൺമെൻറ്റിൻ്റെ മനോഭാവം ബിസിനസ്സിൽ ഗുണപരമോ പ്രതികൂലമോ ആയ സ്വാധീനം ചെലുത്താം. ഉദാഹരണത്തിന്, സർക്കാർ നയത്തെ തുടർന്ന് 70കളിൽ ഇന്ത്യയിൽ ബിസിനസ് ചെയ്തിരുന്ന കൊക്കക്കോള ബഹുരാഷ്ട്ര കമ്പനി അവരുടെ ഇന്ത്യയിലെ പ്രവർത്തനം നിർത്തി. എന്നാൽ 1989-ൽ മറ്റൊരു സർക്കാർ അവരെ ഇന്ത്യയിലേക്ക് വീണ്ടും സ്വാഗതം ചെയ്തു. Fifth one, legal environment. Legal environment includes various legislations passed by the government, order issued by government authorities, court judgments, etc. In other words, the act that has been passed by the central and the state government. It is compulsory for every business to obey the law of the land. 5. നിയമപരമായ അന്തരീക്ഷം. സർക്കാർ പാസാക്കിയ വിവിധ നിയമനിർമ്മാണങ്ങൾ, സർക്കാർ അധികാരികൾ പുറപ്പെടുവിച്ച ഉത്തരവുകൾ, കോടതി വിധികൾ തുടങ്ങിയവ ഇതിൽ ഉൾപ്പെടുന്നു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പാസാക്കിയ നിയമങ്ങൾ. ഓരോ ബിസിനസ്സും പ്രവർത്തിക്കുന്ന രാജ്യത്തെ നിയമങ്ങൾ നിർബന്ധമായും അനുസരിക്കേണ്ടതുണ്ട്. In India, business is regulated with the help of the following legislations. ഇനി പറയുന്ന നിയമനിർമ്മാണങ്ങളുടെ സഹായത്തോടെ ഇന്ത്യയിൽ ബിസിനസ് നിയന്ത്രിക്കപ്പെടുന്നു. 1. Indian Companies Act 2013. 2. Industries Development and Regulation Act 1951. 3. Foreign Exchange Management Act and the Import and Export Control Act 1947. 4. Factories Act 1948. 5. Workmen's Compensation Act 1923. 6. Trade Union Act 1926. 7. Industrial Disputes Act 1947. 8. Consumer Protection Act 1986. 9. Competition Act 2002.